ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഡയമണ്ട് കേക്കാണ്. അതിന് ആവശ്യമായ സാധനങ്ങൾ 2 മുട്ട, ഒരു 8-9 പീസ് ഏലക്കായ പൊടിച്ചത്, 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 2 കപ്പ് മൈദ, 1/4 കപ്പ് റവ, അല്പം ഉപ്പ്, 1/2 സ്പൂണ് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ, 3 സ്പൂണ് നെയ്യ്. ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയും ഏലക്കായും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് 2 കപ്പ് മൈദ, 1/4 കപ്പ് റവയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അഥവാ മുകളിലത്തെ പഞ്ചസാരയും മുട്ടയും ഏലക്കായും മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് 2 കപ്പ് മൈദയും 1/4 കപ്പ് റവയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് അല്പം ഉപ്പ്, 1/2 സ്പൂണ് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ, ഒരു 3 സ്പൂണ് നെയ്യ് ഇത് ചേർത്ത് ഏകദേശം ഒരു ഒട്ടിപ്പിടിക്കാത്ത പരിവാവുന്നത് വരെ, ഒരു ചപ്പാത്തി പരിവാവുന്നത് വരെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് 1 മണിക്കൂർ എന്ത് ചെയ്യുക, അത് അടച്ച് വെക്കുക. നമ്മളങ്ങനെ 1 മണിക്കൂർ ഈ മാവ് അടച്ച് വെച്ചു. അതിനുശേഷം ഒന്നുകൂടി സോഫ്റ്റ് ആവുന്നതിന് വേണ്ടി നമ്മൾ ഈ മാവെടുത്ത് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ച് നല്ലൊരു പരിവാക്കി മാറ്റണം. ഇനി ഈ മാവിനെ ഏകദേശം ഒരു 1/2 ഇഞ്ച് കനത്തിൽ പരത്തിയെടുക്കണം. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഡയമണ്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുത്തതിനെ ചൂടായ എണ്ണയിലിട്ട് ഒരു ലോ ഫ്ലെയിം ആക്കിയിട്ട്
പൊരിച്ചെടുക്കുക. ഏകദേശം ഒരു ബ്രൗൺ കളറാകുന്ന സമയം നമുക്ക് അതിനെ കോരി ഞാൻ മാറ്റി വെക്കാം, വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകൾ ലഭിക്കുന്നതിന് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് കമൻറ്റുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക.